നീയൊക്കെ പട്ടികളാണ് അവിടെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ധ്വനിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ല, എന്റെ അടുത്തങ്ങാനാണ് എന്റെ പേര് പരാമർശിച്ചിട്ടാണ് അവരത് പറഞ്ഞിരുന്നെങ്കിൽ ഏതറ്റം വരെ കേസിന് പോയാലും അടിച്ച് ഞാൻ ചെകിട് പൊട്ടിച്ചു നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ അലിയൊലികൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ബിഗ് ബോസിൽ ചില ആൾക്കാർ പറഞ്ഞ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചില ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്റെ വീട്ടിൽ ഞാൻ കയറ്റു, ഓന്റെ വീട്ടിൽ കയറ്റൂല, ലാലേട്ടന്റെ വീട്ടിൽ കയറ്റും, മമ്മൂക്കാന്റെ വീട്ടിൽ കയറ്റൂല, ദിലീപിന്റെ വീട്ടിൽ കയറ്റും, സുരേഷ് ഗോപിന്റെ വീട്ടിൽ കയറ്റൂല. എന്തോന്നടേ ഇത്? ആരെ വീട്ടിൽ കയറ്റുന്ന കാര്യം പറയുന്നത്? ആദില നൂറാമാറ വീട്ടിൽ കയറ്റണം. സ്വന്തം വീട്ടിൽ കയറ്റാൻ പറ. സ്വന്തം വീട്ടിൽ നിന്ന് വരെ ഇടയ്ക്ക് വിട്ട ടീമിനെയാണ് വീട്ടിൽ കയറ്റി. ഇത് നിങ്ങളെല്ലാരും വെല്ലുവിളിക്കുന്നയാ. ഇപ്പൊ ആദില നൂറമാറ് വീട്ടിൽ കയറ്റൂലെന്ന് ലക്ഷ്മി പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ പറഞ്ഞ് എന്റെ വീട്ടിൽ കയറ്റുന്നു. ആ ഒരു വിശ്വാസത്തില് ഒരു കല്യാണ വീട്ടിൽ ഒരു വീട്ടുകൂടിയലിന് പോയപ്പോ അവിടുന്ന് വരെ ഇറക്കി വിട്ടു. എന്നിട്ട് ലാലേട്ടന്റെ വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോഴും കയറാൻ നോക്കണോ? വേണ്ട. ആദ്യം സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനമ്മമാരെ വീട്ടിൽ കയറ്റണം. അതാ വേണ്ടത്. അവിടെ കയറാൻ പറ്റൂല. അവിടെ എന്തുകൊണ്ട് കയറാൻ പറ്റൂല? അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ച് ഒട്ടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഏതായാലും രഞ്ജുമാർ പറയുന്ന ചില കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയെയും ലക്ഷ്മിയുടെ അമ്മയെയും പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ എനിക്കൊന്ന് പോകണം എന്നുണ്ടായിരുന്നു. ആദില അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഏതായാലും ശാരികയുടെ ഇന്റർവ്യൂവിലാണ് ഇത് പറയുന്നത്. ശാരികയുമായിട്ടുള്ള അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ആ ഒരു ചെറിയൊരു പോർഷനെ. താങ്കളെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇത്രയും ഫെയിം ആയിട്ടുള്ള സ്വന്തമായി ഫെയിം ഉണ്ടാക്കിയ ഒരാള്, സ്വന്തമായിട്ട് ഇത്രയും ഓണ്ടർപ്രണർ ആയിട്ടുള്ള ഒരാള്, ഒരുപാട് ആൾക്കാർ താങ്കൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല. ഒരിക്കലും പറ്റത്തില്ല. അതൊരു ആലോചിക്കും. പക്ഷെ ബിഗ് ബോസിൽ പോണമെന്ന് തോന്നി എനിക്ക് ഒരു ദിവസം. എനിക്ക് തോന്നി എപ്പോഴായിരുന്നു സത്യമായിട്ട് എനിക്ക് നൂറേനെ ഒരു വിഷയം വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു നൂറ ഇരിക്കുന്ന ഒരു നിസ്സഹാവസ്ഥയിലിരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കത് ഭയങ്കരമായിട്ട് വിഷം. വാട്ടെവർ അവരിനി പുറത്ത് വന്ന് എങ്ങനെയാവുന്നു അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണോ എന്നുള്ളതല്ല, ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് നൂറയുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു നിസ്സഹാവസ്ഥ നിറഞ്ഞൊരു വേദന, നിന്നെ ഒന്നും എന്റെ വീട്ടിൽ കേട്ടില്ല എന്ന് അതേ സെയിം ഡയലോഗ് ആ കുട്ടിയുടെ അമ്മയും വന്നിട്ട് പറയുന്നു. അത് ഞാൻ ഇന്നലെയാ കണ്ടത്. അയ്യോ, അത് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ കയറിയില്ലെങ്കിൽ സിറ്റ് ഔട്ട് ഇരിക്കും എന്ന് പറയുമ്പോ പട്ടികൾ സിറ്റ് ഔട്ടിൽ ഇരിക്കും. അതെ, ചില വീടുകളിലെല്ലാം പട്ടികളെ സിറ്റ് ഔട്ടിൽ കിടത്തുക. സിറ്റ് ഔട്ടിൽ ഇരിക്കും. നീയൊക്കെ പട്ടികളാണ് അവിടെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ധ്വനിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഞെട്ടിപ്പോയി. ഞാനത് അതെ, അയ്യോ എന്റെ എന്താണത്? അല്ല, എന്റെ അടുത്തങ്ങാനാണ് എന്റെ പേര് പരാമർശിച്ചിട്ടാണ് അവരത് പറഞ്ഞിരുന്നെങ്കിൽ ഏതറ്റം വരെ കേസിന് പോയാലും അടിച്ച് ഞാൻ ചെകിട് പൊട്ടിച്ചു ഞാൻ പൊഴിപ്പിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ രഞ്ജുമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെയാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഏത് സ്ഥലം വരെയും ഞാൻ പോവായിരുന്നു, അതുപോലെ മാത്രമല്ല അടിച്ച പല്ലി ഞാൻ താഴെയിടുമായിരുന്നു എന്നാണ് രഞ്ജുമാർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോനെ, സത്യം പറഞ്ഞാൽ ബായിയോണ്ട് ഇങ്ങനെ പറയാടോ, ബായിയോണ്ട് പറയാൻ ആയിരിക്കാ കഴിയാത്തത്. പക്ഷെ രഞ്ജുമാർക്ക് കഴിയോ? രഞ്ജുമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യം പറയുമ്പോൾ അത് മിനിമം ചെയ്യാനുള്ള ഒരു ത്വരിത ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. അവിടുന്ന് ബിഗ് ബോസിൽ കയറിയിട്ടും അത് ചെയ്യാൻ സാധിക്കില്ല, പുറത്തും അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ലക്ഷ്മിയുടെ അമ്മയുടെയോ കൈയൊന്നും പണയത്തിലല്ല. അതാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അവർക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാകും. അവരുടെ വീട്, അവരുടെ സ്ഥലം, അവര് പൈസ കൊടുത്ത് മേടിച്ചത്, അവര് മേടിച്ച സിറ്റ് ഔട്ട്, അവിടെ ആര് കയറണം ആര് കയറണ്ടെന്ന് വിചാരിക്കുന്നത് അവര് തന്നെയാണ്. അല്ലാതെ എല്ലാവരും കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറ്റുമോ? ഒരിക്കലും കയറ്റത്തില്ല. എല്ലാവരും കയറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലായ? അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറ്റും. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമുക്ക് ഒരു നിർബന്ധം പിടിക്കാൻ കഴിയില്ല. പിന്നെ അടിയും പിടിയൊക്കെ എങ്ങനെയാണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എങ്ങനെയാണ് അടി? വെറുതെ പറയാ ഈ ആൾക്കാരെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു കാര്യം പറയാണ്, എൻ്റെ പൊന്നു പെങ്ങളെ, ഇങ്ങനെ പറയരുത് ദൈവത്തെ ഓർത്ത്. ഇത് കേൾക്കുമ്പോൾ നമ്മളെന്ന് വേർക്കും അറിയാം, നാളെ തന്നെ പോയിട്ട് അവിടെ വല്ലടിച്ചോ ഒന്നും ഒരു തേങ്ങയും പറ്റൂല, പിന്നെ എന്തിനാ പറയുന്നത്? അത് പറ അവിടുന്ന്. ഇപ്പൊ ആദില നൂറമാർ അവിടെ കളിച്ച കളിയല്ല എല്ലാവർക്കും കണ്ടതാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ ആദില നൂറമാർക്ക്
ഏറ്റവും കൂടുതൽ, അതായത് അവരെ ഏറ്റവും കൂടുതൽ വെറുക്കാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രസ്താവന തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഈ ആദില നൂറന്മാർക്ക് തന്നെ ഒരുപാട് ഹേറ്റ് സമ്പാദിച്ചു കൊടുക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ഒരു വാക്ക് തന്നെയായത്. ഇത് കേൾക്കുമ്പോഴേ എന്താണെന്നറിയാം, ഇവർ അത്ര അഹങ്കാരികളാണോ, ഇവർ അത്രമാത്രം ഇതാണോ? ഒരു കാര്യം ഞാൻ പറയാലോ, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറന്മാർ അവസാനം കളിച്ച കളിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടിയാ, ഏഷ്യാനെറ്റ് ചാനൽ പോലും അവരുടെ കൂടെ നിന്നിട്ടില്ല, പിടിച്ച് പുറത്താക്കിയില്ലേ? അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ആദ്യം അതിനെതിരെ ഒരു സംസാരിക്കേ. ഏഷ്യാനെറ്റ് എന്തുകൊണ്ട് പിടിച്ച് പുറത്താക്കി, അതിനെതിരെയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ലക്ഷ്മിയുടെ അമ്മേനെ തല്ലും, ലക്ഷ്മിയെ തല്ലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു പങ്ങളെ, നിങ്ങൾ എന്തായി പറയുന്നത്? അതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. സ്വപ്നം കാണാ. നമ്മൾ ഈ സ്വപ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് വിളിച്ചു പറയാ. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് അവരെന്താ വെറുതെ ഇരിക്കുന്നതാണോ? നിങ്ങൾ എങ്ങനെ അവർ പോയി തല്ലുക? നിങ്ങൾ എങ്ങനെ പോയിട്ട് അവരെ പോയി തല്ലു? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് അവരൊക്കെ വെറുതെ ഇരിക്കും, അല്ല മറ്റുള്ളവർ വെറുതെ ഇരിക്കും. ഇതെന്താ ഈ പറയുന്നത്? അല്ല രഞ്ജുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ജനങ്ങളെല്ലാവരും അങ്ങ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഇവരുടെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് നമുക്കറിയാലോ, ഇവരുടെ ആ ഒരിടയിൽ തന്നെ രഞ്ജുമാറും അതുപോലെ തന്നെ പല ആൾക്കാരും പല ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇനി മൊത്തത്തിൽ എന്തോ എല്ലാവരും കൂടി വന്നിട്ട് അങ്ങ് ലക്ഷ്മിയെയും ലക്ഷ്മിയുടെ അമ്മയെയും തല്ലും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നു സഹോദരി, അവരൊരു ടീച്ചറാണ്. അവർ കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലാതെ അവർ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാ ഈ അച്ഛനോടും അമ്മയോടും തറുതല പറയാനും അങ്ങനെ ഉപയോഗിച്ചു ഇങ്ങനെ ഉപയോഗിച്ചു പച്ച നുണ പറയാനൊന്നും അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുക. അവർക്ക് ആ നല്ല രീതിയിൽ ജീവിക്കുന്ന അവർക്ക് ചിലപ്പോൾ അവർക്കൊരു കുലസ്ത്രീ പരിവേഷം ആയിക്കോട്ടെ. അവർ ചിലപ്പോൾ എന്താ വിചാരിക്കുന്നുണ്ടാവുകയെന്നറിയാം, അതായത് നമ്മൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും നമ്മൾ കയറ്റൂല നമ്മളെ വീട്ടിൽ. അതാണ് അവരെ വീടല്ലേ, നമുക്ക് പോയിട്ട് നിർബന്ധിക്കാൻ കഴിയുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഏതെങ്കിലും വീടുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ബോസിൽ ശാരിക കുറച്ചിങ്ങനെ ഇരുതിയിൽ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? എന്തിനാ ഇങ്ങനെ വൈരാഗ്യവും ഇതുമായിട്ട് നടക്കുന്നത്? അവനവൻ്റെ ജീവിതം ജീവിക്കുക. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെങ്കിലും പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ഒരു കോപ്രായങ്ങൾ കാണിക്കുക. എന്നാൽ നെവിനെയൊക്കെ ഇല്ലേ നന്നാക്കാൻ നടക്കേണ്ടത്? ആ ഒരു പാപം അമ്മ വന്നിട്ട് പറയുന്നത് കേട്ടില്ലായിരുന്നു. നെവിൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 5 പൈസ വീട്ടിൽ കൊടുക്കുകയില്ലാന്ന്. ഇങ്ങനെയുള്ള ഒരുത്തനായിരുന്നു. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്തൊരു നാണക്കേടാണ് നടന്ന്. അവനൊക്കെ വെറുതെ വേഷവും കിട്ടി നടക്കുന്നതെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലെന്ന് പറഞ്ഞാൽ അവനൊന്നും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനെയും അമ്മയെയും നോക്കാത്തവനും അതുപോലെ തന്നെ അവരെനിക്ക് അത് തന്നിട്ടില്ല ഇത് തന്നിട്ടില്ല. ഇവിടെ നിന്ന് എല്ലാവർക്കും ഉള്ളൊരു പരാതിയായത്, വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ശത്രുക്കള്. അല്ല, നിങ്ങളെന്താ ഈ പിന്നെ എന്താ പറയുന്നത് 5 വയസ്സ് 10 വയസ്സ് വരെ നിങ്ങളെന്താ വായുവാണോ ഭക്ഷിച്ചിരിക്കുന്നത്? അവരല്ലേ നിങ്ങളെ പോറ്റിയിരിക്കുന്നത്. ഞാനിപ്പോ രഞ്ജുമാർക്കാരെ മാത്രം പറയുന്നതല്ല, പൊതുവായിട്ടുള്ള പറയുന്നയാ. അതായത് എല്ലാവർക്കും ശത്രുക്കള്. എന്തൊരു അതിശയമാണത്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പൊന്നു സഹോദരി, അങ്ങനെയൊന്നും ആർക്കൊന്നും പോയിട്ട് ഒരാളെ തല്ലാനോ പിടിക്കാനോ ഒന്നും കഴിയില്ല. അവരവരുടെ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് കയറ്റാൻ പറ്റുന്ന നിങ്ങൾക്ക് കയറ്റാം. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ എല്ലാ സെലിബ്രിറ്റിയുമായിട്ടൊന്നും എനിക്ക് സഹകരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അവരെയൊക്കെ വീട്ടിൽ കയറി തല്ലാൻ പറ്റുമോ? നിങ്ങൾ പറയും മമതാ മോഹൻദാസുമായിട്ട് ഞാൻ സഹകരിക്കാറുണ്ട്, നേരെ മറിച്ച് വേറെ ആൾക്കാരുമായിട്ടൊന്നും എനിക്ക് സഹകരിക്കാൻ പറ്റൂല, കാരണം അവരുമൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളുമായിട്ട് ഒത്തുപോകത്തില്ല. അപ്പൊ അങ്ങനെയില്ലാതെ പോയിട്ട് തല്ലാൻ പറ്റുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ തല്ലാൻ പറ്റുവാണെങ്കിൽ ഇപ്പൊ എല്ലാരും പോയിട്ട് അങ്ങനെ തല്ലൂലേ? എന്തൊരു ആവേശത്തിലാ പറയുന്നത്, അടിച്ചിട്ട് ഞാൻ അവിടെ ഇതാക്കും. ഇതൊക്കെ പറയാൻ എളുപ്പമാണ് എന്റെ സഹോദരി. ഒന്നും നടക്കൂല. വെറുതെ ഇങ്ങനെ പറയാ. ഞാൻ പറഞ്ഞല്ലോ, ചെയ്യുന്നവരെന്ന് പറഞ്ഞ് ചെയ്യൂ. അല്ല ആദില നൂറന്മാർക്ക് വേണ്ടി ഞാൻ തല്ലാൻ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂടെ? എന്തോന്നല്ലേ ഈ പറയുന്നത്? മനസ്സിലാകുന്നില്ല. കഷ്ടം, വളരെ കഷ്ടമാണെന്ന്. ഓരോ ദിവസവും ഇങ്ങനെ എന്താ പറയുക, എനിക്ക് ചിരിയാ വന്നത്. ആ ഇന്റർവ്യൂ കാണുമ്പോഴേക്ക് ചിരി മാത്രമേ എനിക്ക് സങ്കടാ വന്നത്. കാരണം എന്താ പറയുക, നിങ്ങൾക്കെല്ലാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് സാധിക്കാൻ കഴിയില്ല മക്കളെ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആരെയും എന്താ പറയുക തല്ലി മറ്റേ ഇതാക്കാന്നൊക്കെ പറഞ്ഞാൽ വ്യാമോഹമാണ്. നമുക്ക് എല്ലാവർക്കും തോന്നുന്നു മറ്റേ നല്ലതായിട്ട് ജീവിക്കുന്നവനെയോ അല്ലെ നല്ല നിലപാടുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അത് ചെയ്യണം ഇതൊന്നും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആദ്യം തന്നെ പോയിട്ട് മറ്റേ മലബാർ ഗോൾഡിന്റെ ആടിയില്ലേ പോയി ചോദിക്കേണ്ടത്. അത് ചോദിക്കാൻ എന്താ ധൈര്യമില്ലേ? മുട്ടിടിക്കുന്ന അയാൾ പണക്കാരനായോണ്ടാ? ആദ്യം പോയി ചോദിക്കണ പൈസക്കാരടാ, പൈസലേ നീ എന്തിനാടാ ഇമ്മാവര് പണിയെടുത്തത്? അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്. ഇതൊന്നും ചോദിക്കാതെ ഇവിടെ വന്നിട്ട് വലിയ വായിൽ ഈ ശാരികേന്റെ കൂടെ കഷ്ടം, വളരെ കഷ്ടം തന്നെയാണ്. നന്ദി, നമസ്കാരം, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.